ഹക്കടപാടിന്റെ ഗൗരവം മനസ്സിലാക്കാത്തോറില്ല. എന്തു പുറത്താലും, നീ തെറ്റ് ചെയ്തത് എന്തെന്ന് പുറത്താലും, നീ ചെയ്ത വ്യഭിചാരം, നീ ചെയ്ത എല്ലാ ഹറാമിയത്ത്, ഇത് മുഴുവനും മേലായ റബ്ബ് നിനക്ക് പുറത്താലും മറ്റുള്ളവന്റെ ഹക്ക് ബാധ്യത, കടബാധ്യത നിനക്കല്ല പൊറുക്കില്ലോ. അയാള് പൊറുക്കാതെ ജാഗ്രത. ഡബിളാജിയായിട്ട് ത്രിപിളാജിയായിട്ട് കാര്യമില്ല. ഹോജറാജാവിന്റെ മുണ്ടാസും കമീസും ഇട്ടിട്ട് കാര്യമില്ല. പാറക്കല്ല് പോലത്തെ നിസ്കാരത്തിന്റെ തഴമ്പുണ്ടായിട്ട് കലയുണ്ടായിട്ട് കാര്യമില്ല. ഇടപാട് ക്ലിയർ ആവണം. അദ്ദൈനു ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞല്ലോ, അദ്ദൈനു ഹമ്മുൽ ലൈലി വദീലത്തുൻ നഹാർ. സംഗതി വലിയ ഡേഞ്ചറാണ്. കടം അത് എത്രയും പെട്ടെന്ന് കൊടുത്തു വീടുക. അത് വീടാതെ കണ്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ ഇല്ല, നീ എത്ര വലിയ നിസ്കാരക്കാരനായാലും, എത്ര വലിയ ഹത്തും ഓതിയിട്ട് തീർത്ത് മരിച്ചവനായാലും, ഡബിളാജിയല്ല ത്രിപിളാജിയാണേലും, ഘോരഘോരം വയലു പറയുന്ന ഉസ്താദായാലും നിനക്കല്ല പൊറുക്കില്ലോ. അല്ലാഹു സലാമത്താക്കട്ടെ. കൊടുക്കാനുള്ള കടങ്ങൾക്കും ആമീൻചൊല്ല്, കൊടുക്കാനുള്ള കടങ്ങൾക്കും കിട്ടാനുള്ള കടങ്ങൾക്കും അല്ലാഹു നല്ല വഴിയും നല്ല മാർഗവും എളുപ്പത്തിന്റെ വാതിലും തുറന്നു തരട്ടെ, തുറന്നു കൊടുക്കട്ടെ. നിങ്ങളുടെ കൂടെ ഉണ്ടല്ലേ മഹാനരായ റിഫായി ശൈഖ്? ഞാൻ അവിടേക്ക് വരാം. ഇത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതിനറിഞ്ഞ നിങ്ങൾ ബൾബ് എടുത്തിട്ടും ഫാൻ എടുത്തിട്ടും ഇട്ടിട്ടും സ്വിച്ച് ഇട്ടിട്ടും കുറെ ലേട്ടാക്കണ്ട, ടൈം പോയിക്കൊണ്ടുണ്ടോ ആ ശല്യതാണ് ഇത് ഇത്ര ലോങ് പോയത്. ഇതൊരു മൂത്തരുള്ള ലൈറ്റ് കൂട്ടി അവലെ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ, ഞങ്ങളെ ഇൽമ അല്ലാഹു നാഫിയാക്കട്ടെ, ഞങ്ങളെ ഇൽമിൽ അല്ലാഹു സിയാദത്തും ബർക്കത്തും നൽകട്ടെ. ഞങ്ങളെ ഉപദേശം കൊണ്ട്, ഞങ്ങൾ ഈ പരിപാടി കൊണ്ട് ആഖിറത്തിലേക്ക് അല്ലാഹു ഉപകാരം ചെയ്യട്ടെ. ഇതിന്റെ കൂലി ആ കിടക്കുന്നവർക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഞങ്ങളെ ഉമ്മ പപ്പാക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആരാ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു? ഇന്ത്യക്കാരനാ, മലയാളിയാ? ഇന്നലെ വന്ന ആളാ? അല്ല, 3 ആണ്ട് മുന്നേ വെച്ച പാപ്പാൻ എന്നെ അറിയാം മനുഷ്യന്മാർക്കിട. 3 ആണ്ട് മുന്നേ വെച്ച പാപ്പാന്റെ കബറും അണ്ണാച്ചിനെ കൊണ്ടുവന്നിട്ട് കൊട്ടും വിക്കാസും കൊണ്ടിട്ട് എള്ളിട്ട് നോക്കി വാടേ മീസാൻ കല്ല് വാടേ. പുള്ളിന് മയ്യത്തുണ്ടാന്നല്ല, മീസാൻ കല്ല് പൂത്തിനി. അത് പുല്ലനെ വന്നിട്ട് മൂടിനി. ആ മൂടിട്ടന്ന് പോയത് തന്നെ. പിന്നെ ആ ഭാഗത്തേക്ക് വന്നിട്ട പിന്നെ അതിനൊന്ന് അടയാളം നോക്കാൻ വേണ്ടിട്ട് വന്നിനപ്പോ ഇപ്പൊ പയ്യനെ വിളിച്ചോണ്ട് വന്നിട്ട് മറന്നിനി. ബൂൾഗയ ഓ മറന്നിട്ട് പോയിന്. എന്നാ ഇവരെ മറന്നില്ല, ഈ മഹാന്മാരെ മറന്നിട്ടില്ല. ഇവരെ മറക്കാൻ കഴിയില്ല, മറക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. കിടാക്കളൊന്ന് ബാക്കിലെത്തണം അല്ലെ, കിടാക്കളൊന്ന് ബാക്കിലെത്തി അവരെ. നമുക്കുള്ള മിസ്റ്റേക്ക് എന്തറിഞ്ഞ വയല് കേൾക്കുന്നോടെയോ റാത്തിബിന്റെ ഓടെയോ ഹദ്ദാദിന്റെ ഓടെ ഇപ്പിരി എന്തും ഉണ്ടാതിരുന്നാൽ മതി. അനം കണ്ട അവലെ, നീ ആടണ്ട, അനം കണ്ട കുറച്ച് തരാവോ. ഈ കിടാക്കളെല്ലാം ഫ്രണ്ടിൽ എത്തുമ്പോ എന്താന്ന് പറഞ്ഞാ അത് നമുക്ക് നിങ്ങക്ക് കാണുന്നില്ല, വലിയ എനക്ക് എല്ലാം കാണുന്നല്ലേ. ഞാൻ ഔലിയായിട്ടല്ല, കറാമത്തല്ല, അത് ഞമീത്തല്ലേ ഉള്ളു. അങ്ങനെ ഉസ്താദേ നിങ്ങൾ അതിനെന്ത് നോക്കണ്ട, നിങ്ങൾ സുറാന്ന് വേല പറഞ്ഞിട്ട് പോയി. അങ്ങനെ സുറാന്ന് പോകാനാണ് കാണുന്നില്ല. ഞാൻ വേലിൽ നിന്ന് കണ്ടെങ്കിൽ എന്റെ കണ്ണ് എല്ലാം ഓപ്പണാണ് പറ്റ. അങ്ങനെ ആണുങ്ങറ കാര്യമില്ല, പ്രശ്നം ഉണ്ടായിട്ട്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കാലം കണ്ട കുത്തുബാണ്, കാലത്തിന്റെ കുത്തുബാണ്, വലിയ മഹാനാണ്, ലോകം കണ്ട ഉലിയാക്കന്മാരുടെ നേതാവാണ്. ഇന്നലെ വന്ന ആളൊന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1000 ആണ്ടോളമായി ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു, മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ്, ഇന്ത്യയുടെ സുൽത്താൻ, ഖലീഫത്തു റസൂലില്ലാഹ് ഖാജാ മുഈനുദ്ദീൻ യശ്തീൽ ജമീരി, അതുപോലെ തന്നെ മഹാനരായ മുഹയ്യിദ്ദീൻ ശൈഖ്, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാരെല്ലാം ഏകദേശം 5-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മധ്യത്തിലും ഒടുവിലുമായിട്ട് വന്നവരാണ്. അതായത് പച്ചക്ക് പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞെങ്കിൽ, ഈ റിഫായി ശൈഖ് തങ്ങളെ പോലെയുള്ളവരെല്ലാം ഇവിടെ വന്ന് കാലേവനികൾക്കുള്ളിൽ മറഞ്ഞു പോയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് 1000 ആണ്ടുകൾ കഴിഞ്ഞു.
എന്നിട്ടും അവർ അതാ ഇന്നലെ വന്നിട്ട് മരിച്ചുപോയതുപോലെ, ഞങ്ങളെ ഇടേന്ന് എണിച്ചിട്ട് മരിച്ചുപോയതുപോലെ, ഞങ്ങളെ പരന്റുള്ളിൽ ഇറങ്ങിയിട്ട് പോയ പോലെ അവർ ഈ ലോകത്ത് ഭയങ്കരമായി സ്മരിക്കപ്പെടുന്നു, ഓർത്തുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്തറിയോ? അവർ അല്ലാഹുവിന്റെ അഹ്ലുകാരാണ്, അവർ അല്ലാഹുവിന്റെ ദീനിനെ കാത്തവരാണ്, അവർ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചവരാണ്, അവർ വളരെയധികം അല്ലാഹുവിനെ പേടിച്ചവരാണ്. അങ്ങനെയുള്ള മഹാന്മാർ അവരേത് നാട്ടുകാരായാലും ഏത് മനുഷ്യന്മാരായാലും, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, ഇന്ത്യക്കാരനാവട്ടെ പുറത്തുള്ളവനാവട്ടെ, അതെ അവരെ മറക്കാൻ അല്ലാഹു സമ്മതിക്കല. നല്ലവരെ മറക്കുന്ന ഏർപ്പാട് ലോകത്തിനില്ല. നല്ലവരൊന്നും ചിരഞ്ജീവികളാണ്. ഖുർആനല്ലേ, ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ ഖാലല്ലാഹു അസ്സ വജൽ. എന്തല്ല പറഞ്ഞേ? ഇന്നല്ലദീന ആമനൂ, കരകളഞ്ഞ വിശ്വാസത്തിന്റെ അഹ്ലുകാർ, നിഷ്കളങ്കമായ നിഷ്കപടമായ നല്ല ഒന്നൊന്നര ഈമാനുള്ള ആണുങ്ങൾ പെണ്ണുങ്ങള്, വഅമിലു സ്വാലിഹാത്ത്, സച്ചരിതരായ സദ്വൃതരായ സൽക്കർമ്മികളായ ആൾക്കാർ, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, ഏത് കാലക്കാരാവട്ടെ, ഏത് ദേശക്കാരാവട്ടെ, ഏത് ഭാഷക്കാരാവട്ടെ, സൽക്കർമ്മികളായ സച്ചരിതരായ സദ്വൃതരായ സത്യവിശ്വാസികൾ, സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഐ ഫീ ഖുലൂബി ഇബാദിഹി മവദ്ദതൻ വ മഹബ്ബ. അവരെ സംബന്ധിച്ച്, അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് മുഅ്മിനീങ്ങളെ മനസ്സിൽ വലിയൊരു മതിപ്പ്, ഒരു ആദരവ്, ഒരു സ്നേഹം, ഒരു ബഹുമാനം അല്ലാഹു ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെയുള്ളവരെ കുറിച്ച് അല്ലാഹു തആല നല്ലോണം ലോകത്തിന് പരിഗണിക്കും. അവരെ മറക്കാൻ അല്ലാഹു സമ്മതിക്കേയില്ല. അവർ മറന്നു പോകുന്നത് അല്ലാഹുക്ക് ഇഷ്ടമല്ല. കാരണം അവർ അല്ലാഹുക്ക് വേണ്ടി ജീവിച്ചു. അതല്ല പറഞ്ഞല്ലോ, ഫദ്കുറൂനി, എന്നെ മുറുകെ പിടിച്ചിട്ട് എന്നെ ഓർത്തിട്ട് എനക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ അത് കുറുക്കും, നിന്നെ കൈവിടല, നിന്നെ മറക്കാല, നിന്നെ മറക്കാൻ എനക്കാവേല. അതിനെന്ത് വേണോ? അതിന് അല്ലാഹുക്ക് വേണ്ടി ജീവിക്കണം. ഞാൻ ഇപ്പൊ അല്ലാഹുക്ക് വേണ്ടി ഇരിക്കുന്നില്ലേ? മനുഷ്യന്മാർക്ക് വേണ്ടി വയൽ പറയുന്ന, മനുഷ്യന്മാർക്ക് വേണ്ടി നിസ്കരിക്കുന്ന, മനുഷ്യന്മാർക്ക് വേണ്ടി കൊടുക്കുന്നു, മനുഷ്യന്മാർക്ക് വേണ്ടി മേങ്ങുന്നത്, മനുഷ്യന്മാർക്ക് വേണ്ടി ചന്തത്തിൽ പെരുമാറുന്നത്, മനുഷ്യന്മാർക്ക് വേണ്ടി ചിരിക്കുന്നത്, എതിർല് വന്നിട്ട് നല്ല വിഷയം പുറത്തു പോയി തമാശാക്കുന്നത്, അല്ലേ? മനുഷ്യന്മാർക്ക് വേണ്ടല്ലേ? നിങ്ങൾ നോക്കി, അവിടെ ഓതെടുക്കാൻ വന്നോ നല്ല മൊബൈൽ മറന്നിട്ട് പോയിനോ 18,000 റുപ്യ ഓതാട്. അതെന്താ അവിടെ ബാക്കിയേനെ? അതിനെ 3 ആള് നോക്കിയിട്ട് പോയി. അതിന്റെ പിന്നെ ഓതെടുക്കാൻ വന്ന 3 ആള് അതിനെ കണ്ടില്ല. അവരെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, എങ്ങനെങ്കിലും അതിന് തുറപ്പോട്ടാക്കണോ. എന്തേത് ബാക്കി അതിനവിടെ? ബാക്കി അതിനെന്തറിഞ്ഞ ആ കണ്ടോറും അതിനെടുക്കാതെ പോയിനെന്തറിഞ്ഞ എന്താ? അള്ളാനെ പേടിച്ചിട്ടല്ല, അതിന്റെ നേരെ മീതെ CC ക്യാമറ ഉണ്ട്. അതുള്ളനെ കൊണ്ട് ജാമായി. അപ്പൊ അള്ളാനെ പേടിച്ചിട്ട് ഞമ്മ മാറിയ തെറ്റുന്നു. ഞമ്മക്കെന്തല്ല, ഞങ്ങൾക്കെന്തല്ല, അള്ളയാണ് ഞങ്ങളെ കൂടെങ്കിൽ ഞങ്ങൾക്ക് പേടിക്കേണ്ട, ബേജാറാവേണ്ടേ, കൈകാൾ അളക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരാല. ഞങ്ങൾക്ക് അല്ല ഇല്ല. ഞങ്ങൾക്ക് അല്ല ഉള്ള ലാസ്റ്റ് ടൈമിൽ, ഫസ്റ്റുള്ള പിന്നെ മിഡിലൊന്നും ഞങ്ങൾക്ക് അല്ല ഇല്ല. ഞമ്മേന് വാടക്കും എന്തോ ആന്നില്ല, ഇനി ഏടി സക്സസ് ആന്നില്ല, ഇനി ആരും ഇല്ല, ഇനി എന്ത് ഏളി കാണുന്നില്ല, നാമ പിന്നെ അല്ല തുടക്കത്തിലൊന്നും അല്ലയില്ല. അത് പറ്റാല. മഹാന്മാർക്ക് അങ്ങനല്ല. അവർ എല്ലാ സമയത്തും അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചു, അവർ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചു, അവർ അള്ളാഹ്ക്ക് വേണ്ടി സഹിച്ചു, അവർ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം ത്യജിച്ചു. ഈ പെണ്ണുങ്ങളെ ഭാഗത്തെ ഒരു വയല് കേൾക്കാൻ വന്നിട്ടേന്ന് ചെറിയ പൈതങ്ങ മുണ്ടുന്നത് സാരമില്ല, കുറച്ചെല്ലാവരും മുണ്ടിട്ട് വിഷയാക്കട്ടെ. നിങ്ങൾ നുള്ളണ്ട ചോറൊന്നും ആക്കണ്ട, എന്നാലും വെച്ചുമുണ്ടിക്കണ്ട. നിങ്ങളെ കിടാവിനെ നിങ്ങൾക്ക് കൺട്രോൾ ആക്കാൻ കഴിയണം അല്ലേ? നിങ്ങളെ കിടാവിനെ നിങ്ങൾക്ക് കൺട്രോൾ ആക്കാൻ കഴിയണമെന്നേ. ഞാനിവിടെ ആയുധത്തിൽ പോയിട്ട് കൺട്രോൾ ആക്കേണ്ടതല്ല, ബാഡ് ചൂറ്റോനും പോയിട്ട് കൺട്രോൾ ആക്കേണ്ടതല്ല, ആടെ ഉള്ള കിടാവ് ബായാർന്നു വന്നതുമല്ല. 1 കിലോ നിന്റെ മോള്, അല്ലെങ്കിൽ നിന്റെ അനിയത്തി, അല്ലെങ്കിൽ നിന്റെ ഇച്ചാന്റെ മോള്, അല്ലെങ്കിൽ നിന്റെ പുള്ളിക്കിടാവ്, പേരക്കിടാവ് ഒന്നും നല്ല സെറ്റപ്പിലിരുത്തി. കാരണം എന്താ ഞാൻ ഇത് പറയാൻ കാരണം, കിടാക്ക കളിക്കട്ടെ, കിടാക്ക മുണ്ടട്ട്, അതിന് ബേജാറൊന്നുമില്ല, അതിന് കണ്ണൂർക്കാനും ചോറാക്കാനും പോണ്ട. കാരണം കിടാക്കല്ലേ, സാരമില്ല. കിടാവെന്ന് പറഞ്ഞെങ്ങനെ അങ്ങനത്തെ തന്നെ, അല്ലെങ്കിൽ പിന്നെ കിടവാൻ ഞങ്ങളത് കുരുത്തക്കേട് കാണിച്ചില്ല, കിടവാൻ ഞങ്ങളെ കിടാവും ചില എങ്ങനെ പിരിച്ചിട്ട് കിടക്കാത്തത്.
അപ്പൊ അതങ്ങനെ ഉണ്ടാവും. പക്ഷേ ഈ ഇങ്ങനെല്ലാം ആകുമ്പോ എന്താന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് എന്താ അറിയോ, അവിടെ വയല് കേൾക്കാൻ തന്നെ വന്ന നിങ്ങളെപ്പോലത്തെ കുറച്ച് വയസ്സിന്റെ പെണ്ണുങ്ങളുണ്ടാവും. ഓർക്ക് വേറെ ആശയും മുറാദൊന്നും ഇല്ല. ഓർക്ക് ഇതിനൊന്ന് ചന്തത്തിൽ കേൾക്കണോ, വേറെ നൂറോടിയും കേൾക്കണോ, വായു നൂറോടിയും ആമീൻ ചെല്ലണോ, നല്ല മനസ്സ് നിറഞ്ഞിട്ട് പോണോ. അവർ അതിനെ ബന്ധനെ. അപ്പൊ ഈ കിടാക്ക കുസു കുസു നാക്കിയിട്ട് ഇങ്ങനെ ഡൊമ്പറാട്ട കളിക്കുമ്പോ അവർക്കൊരു ഡിസ്റ്റർബാണ്, അവർക്കൊരു ഒരു ബൈ മിസ്റ്റേക്കാണ്. അപ്പൊ ഓരോ ബായിൽ അവർ എന്തല്ലോ ചെല്ലിപ്പോ. അത് അവർ ചെന്നല്ല, ഞമ്മ ചെല്ലിപ്പിക്കുന്നു. എന്തെന്ന് ആരോ ഏത് കുരുത്തം കെട്ടോ മാരികിട ചെല്ലല്ലേ അങ്ങനെ ചെല്ലിച്ചെന്നെ ഞങ്ങളെ മൂത്ത കിടാവൂ ഇതിനും വേണ്ടാത്ത പോലെ അതിന് മനുഷ്യന്മാരെ ബായിന്ന് നന്നം കേൾപ്പിക്കാൻ കഴിയ. അതിനെ പറയുന്നത് എന്തായാലും പേര് ചെന്നതിന്റെ പേര് പ്രാകുക എന്നത് ഒരു ശാപമാണ്. ശാപം വെക്കരുത്, പ്രാകരുത്. പക്ഷെ കണക്കിലേറെ ഒരാളെ ബായിന്ന് വരുന്നുണ്ട്, അയാൾക്ക് തെറ്റുണ്ട്, അയാൾക്ക് കുറ്റമുണ്ട്, അത് പറഞ്ഞോ. പക്ഷെ അതിന്റെ എഫക്ട് ഞങ്ങൾക്കുണ്ടാവും, മക്കൾക്കുണ്ടാവും. അപ്പൊ കിടാക്കളെല്ലാം അങ്ങനെ ചെല്ലിപ്പിക്കാൻ. ചില പാലക്കാട് കാണുന്നില്ലേ 85 120 തിരിച്ചിട്ട് പോകുമ്പോ ഇപ്പുറത്ത് ഏതെങ്കിലും ഒരു വയസ്സാണ് ഓന്റെ ഓടുകൊട്ട പോക്കു പോയെന്നെ കല്യാണം. അത് എല്ലാരും ബായിൽ അങ്ങനെ ചെല്ലിപ്പിക്കാൻ കഴിയ. അങ്ങോട്ട് ചെല്ലാമോ കയ്യല്ല, തെറ്റാണ്. പക്ഷെ ആണ് ചെല്ലിങ്കര് ഫലം ചിലപ്പോൾ ഉണ്ടാവും. എല്ലാ ടൈമും ഒരുപോലെ ഇല്ല, എല്ലാരും നാവും ഒരുപോലെ ഇല്ല. ജാഗ്രത കൊണ്ടല്ലോ. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് നമുക്ക് ഉപകാരപ്പെടുത്തട്ടെ. അള്ളാഹു ഞങ്ങളെ ഇൽമ ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ടെ. അള്ളാഹു ഞങ്ങളെ ദുആ അവന്റെ ഖിർഫ് കൊണ്ട് കബൂലാക്കട്ടെ. മഹാനരായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി എന്നും സഹിച്ചു, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് തന്നെ മരിച്ചു. അല്ലേ? ഞങ്ങൾ അള്ളാഹ്ക്ക് അല്ല. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ആരാണ് ആ മഹാൻ? ചെറിയ ആളല്ലല്ലോ. ലോകത്തിന്റെ നേതാവാണ്, ലോകത്തിന്റെ കുത്തുബാണ്, ഔലിയാക്കന്മാരുടെ നേതാവാണ്, പാണ്ഡിത്യത്തിന്റെ സാഗരമാണ്, അറിവിന്റെ കേന്ദ്രമാണ്, വിനയത്തിന്റെ മൂർത്തിയാണ്, ഇബാദത്തിന്റെ കട്ടയാണ്. ഏത് വിശേഷണം കൊണ്ട് മഹാനരെ വർണ്ണിക്കാൻ കഴിയില്ല. മഹാനായ ശംസുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി മഹാനാണ്, ചെറിയ ആളല്ല. ഉമ്മ വെച്ച പേര് അഹമ്മദുൽ കബീർ എന്നല്ല, വൺലി അഹമ്മദ്. അഹമ്മദുൽ കബീർ ഉമ്മ പേര് വെച്ചിട്ട. ബർത്ത് സെക്രട്ടറി അഹമ്മദുൽ കബീർ എന്നില്ല, വോട്ടർ ഐ ഡിയിലും അങ്ങനെയില്ല. അപ്പൊ ഉസ്താദേ അങ്ങനെ ഉണ്ടാ UDF LDF വോട്ടർ ഐ ഡി? ഞാൻ നിങ്ങൾക്ക് തിരിയും വേണ്ട ചെല്ലി, അല്ലാണ്ട് അന്നന് അവിടെ വോട്ടർ ഐ ഡി ഒന്നും ഉണ്ടായിട്ട. നിങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലെ ചെല്ലിന്നുണ്ടെങ്കിൽ പിന്നെ കുറെ നീട്ടണമെന്നില്ല അല്ലേ? ഹലോ സാർ. അപ്പൊ ആ പേരില് മഹാന്റെ പേര് അഹമ്മദ്, വൺലി അഹമ്മദ്. ഈ കബീർ എന്നല്ലേ എപ്പായേ. അപ്പുറത്തെ പള്ളിയിലതാ മഹാനരായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ലോകത്തിന്റെ കുത്തുബാൻ, ഔലിയാക്കന്മാരുടെ നേതാവ്. ഇല്ലേ? شرفت جيلان بالميلاد ساكنه علمت بالقبر بغداد ماكنه يزوره كل مشتاق ولكنه في بيته قد يولى محي الدين يا محي الدين چلے يا محي الدين يا محي الدين عبد القادر جيلاني. അങ്ങകലെ ബഗ്ദാദിന്റെ പള്ളിയിൽ വെച്ചിട്ട് തന്റെ മുമ്പിലിരിക്കുന്ന മഹാന്മാരോട്, മശായിഖുമാരോട്, ഔലിയാക്കളോട്, തന്റെ മുഹിബ്ബീങ്ങളോട്, മുരീദീങ്ങളോട്, തന്റെ കൂട്ടുകാരോട്, ശിഷ്യജനങ്ങളോട്, ഇഷ്ടജനങ്ങളോട് ഒരവസരം മഹാൻ പറഞ്ഞു, ഖദമി അലാ റഖബാ തില്ലൗലിയായി തുറാജ്. ഖദമി അലാ റഖബാതി കുല്ലി വലി. എല്ലാ ഔലിയാക്കന്മാർക്കും ഞാൻ ലീഡറാണ്, നേതാവാണ്. എന്നെ അല്ലാഹു അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഞാനിത് കിബിർ പറയുന്നതല്ല, ഞാനിത് പോലീശ പൊരിമ പറയുന്നതല്ല, എന്നെ ഞാൻ ആക്കിയിട്ട് ഇങ്ങനെ ജാക്കി വെച്ചിട്ട് പൊന്തിക്കുന്നതല്ല. ഇത് അള്ളാന്റെ ഒരു ഇൽഹാമാണ്. ഞാൻ എല്ലാവർക്കും ഔലിയാക്കൾക്ക് നേതാവാണ് എന്ന് പറഞ്ഞിട്ടാകുമ്പോ എല്ലാവരും അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് സന്തോഷം. പക്ഷെ അന്ന് അവിടെ ഇല്ലായിരുന്നു മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ആധികാരിക ചരിത്രം പറയാ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെക്കാളും പ്രായത്തിൽ വലിയവരാ, ഹിരിയനാണ്. ചെറിയ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെക്കാളും വലിയ ആള്, പ്രായത്തിൽ മുന്നേ വന്ന ആള്. മാത്രമല്ല ഒരർത്ഥത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ബന്ധു, വേറെ ആരുമല്ല.
ഇവിടെ നിന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഞാൻ എല്ലാ ഉലിയാക്കന്മാർക്കും ലീഡറാണെന്ന് പറഞ്ഞപ്പോ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാർക്കിടയിൽ നിന്ന്, തന്റെ ഇഷ്ടജനങ്ങൾക്കിടയിൽ നിന്ന്, തന്റെ ബന്ധുജനങ്ങൾക്കിടയിൽ നിന്ന്, തനിക്ക് വേണ്ടപ്പെട്ട മഹാന്മാർ മശായിഖുമാരുടെ ഇടയിൽ നിന്ന് അവിടുന്ന് ഉറക്കെ പറഞ്ഞു, അങ്ങകലെ ദൂരെ നിന്ന് കൂഫയിൽ നിന്നിട്ട് പറഞ്ഞു, ഉഹൈമിദു മിൻഹു. ഈ കുഞ്ഞഹമ്മദും അതിൽ ഉണ്ട്. ഉഹൈമിദി അല്ലെങ്കിൽ അഹമ്മദ് അല്ലെങ്കിൽ അഹമ്മദൻ, ഉഹൈമിദി അല്ലെങ്കിൽ കുഞ്ഞഹമ്മദ്. പേരില്ല കുഞ്ഞഹമ്മദ് എന്നല്ല. നിങ്ങൾക്ക് എന്തും അറിയാത്ത പോലെ ഉണ്ടാണ്ടിരുന്ന കൂടെ അഹമ്മദ് മുഹമ്മദ് എന്നല്ല പേരില്ലേ? ഉണ്ടോ? ഈ മുഹമ്മദ് അഹമ്മദ് എന്ന പേരിനെ ഞങ്ങൾ അതിനെ എന്തെല്ലാം ആക്കിയിട്ട് ചെന്നു, അത് വേറെ വിഷയം. മുഹമ്മദ് ഇല്ലേ, മോണു മാണു, ഞമ്മളെ പേര് പിന്നെ അങ്ങനല്ലേ. മറ്റൊരു പേര് കറക്റ്റ് ഇട്ട പോലെ ഞങ്ങളെ പേരിനെ ഞങ്ങളെല്ലാം കൊലിച്ചിട്ട് തിരിച്ചിട്ട് കൊണ്ടാട്ടാക്കാനാണ് ഞങ്ങളെല്ലാം ആക്കിയിട്ട് തന്നെ ഞമ്മ വിളിക്കുന്നത് അല്ലേ? മലപ്പുറത്ത് അബ്ദുറഹിമാൻ നിൽക്കുന്നത്, അത് കോഴിക്കോട് എത്തുമ്പോ അബ്ദുറഹിമാൻ അന്തുർമാനായി, കണ്ണൂർ എത്തുമ്പോ അന്തുർമാനായി, കണ്ണൂർ എത്തുമ്പോ അന്തായി നായി, കാസർഗോഡ് എത്തുമ്പോ അല്ല മലപ്പുറത്ത് അബ്ദുറഹിമാൻ, കണ്ണൂരിലെ അന്തുർമാൻ, കാസർഗോഡ് എത്തുമ്പോ അന്തായി. തൽപ്പാടെന്ന് പറയാൻ എന്തായി നമ്മളെ പേരിന്റെ സ്റ്റൈല് ശരിക്കാൻ പറയുന്നല്ലേ. പേരെല്ലാം കുറച്ച് ജാഗ്രത അല്ലേ ഇന്നത്തെ കാലത്ത് യൂസ് ആയിക്കോളും. കിടാൻ ഇടുമ്പോ കുറച്ച് ജാഗ്രത ആക്കും. ഇത് 1.5 കിലോമീറ്റർ പേര് വിട്ടിട്ട് അതിന് അർത്ഥം ഉണ്ടായില്ലേ, അത് നേരെ വിളിക്കാൻ കിട്ടുന്ന ഇല്ലേ, അതിന്റെ സ്പെല്ലിങ് നേരെ വരുന്ന ഇല്ലേ, അതൊന്നും ഇപ്പൊ നോക്കുന്ന വിഷയമില്ല. ഇപ്പൊ ഉസ്താദ് ഇങ്ങ് തൗറാത്ത് കൊടുത്തേക്കുന്ന ഉസ്താദ് ഏനി നല്ല പേര് നോക്കി കടപ്പുറത്തേക്ക് പോയി കൊണ്ടോ നിന്റെ ഈ കുന്ത്രണ്ടോ നോക്കി ഇയാൾ പേര് ചെല്ലാം, അതിന്റെ അർത്ഥം ഞാനാണ്. അങ്ങനെ കുഞ്ഞിന് പേര് ഇടേണ്ടി അല്ലാണ്ട് പേര് ഇതെന്ത് പേര് ഇടാനുള്ള റൈറ്റും പെണ്ണിന് ഇല്ല. കുഞ്ഞിന് പേരിടേണ്ട ഏറ്റവും വലിയ അധികാരം ബാപ്പാക്ക്. അതറിയ എനിക്ക് ബാപ്പാക്ക് സംഗതി അറിയാല. പെറ്റിന്നൊന്നും അറിഞ്ഞില്ല, ആണാ പെണ്ണാന്ന് കൂടി ആൾക്കറിയില്ല. അയാൾക്ക് റോളില്ല അവിടെ. അയാൾ ദുബൈയിൽ അതിന് 3 ആണ്ട് കഴിഞ്ഞിട്ട് LKG കൂട്ടും പേരും അത്ര. സത്യത്തിൽ പേരെങ്ങനെ ഇടണോ, എപ്പിടണോ, ഏടിടണോ എല്ലാം തീരുമാനിക്കേണ്ട റൈറ്റ് ബാപ്പാക്ക്. ഉമ്മാക്ക് അധികാരം തീരെ ഇല്ല എന്നല്ല, അതിന്റെ ഒന്നാമത്തെ പ്രഥമ അധികാരം ബാപ്പാക്ക്. കേട്ടോ, ഇവിടെ വലിയ വലിയ ഉസ്താദുമാരുണ്ട് കേട്ടോ. തെറ്റുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തെ വേല ഞാൻ തിരുത്താം. മഹാനായ അഹമ്മദ് റളിയല്ലാഹു അൻഹു മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ മഹാന്മാർക്കും ഞാൻ ലീഡറാണ്, എല്ലാവർക്കും ഞാൻ നേതാവാണ്, ലോകത്തിന്റെ കുത്തുവാട്, ലോകത്തുള്ള സകല ഉലിയാക്കന്മാർക്കും ഞാൻ ലീഡറാണെന്ന് പറഞ്ഞപ്പോ അങ്ങകലെ കൂഫയിൽ വെച്ച് മഹാനരായ അഹമ്മദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വളരെ വിനയത്തോടെ താഴ്മയോടെ എളിമയോടെ പറഞ്ഞു, വഹൈമിദു മിൻഹു. ഈ കുഞ്ഞഹമ്മദും അതിലുണ്ട്. ഈ കുഞ്ഞഹമ്മദിനും ഇങ്ങനെ നേതാവന്നെ. കുഞ്ഞഹമ്മദിന് പ്രായാറുണ്ട്, ശരിയെന്നെ. കുഞ്ഞഹമ്മദ് നിങ്ങളെക്കാട്ടും വെയിലും മടിയും കൊണ്ടവനാണ് നേർന്ന്. നിങ്ങളെ ഒരു വേള വലിയ ബന്ധുവാണ്. എന്നാലും മുഹ്യിദ്ദീൻ ശൈഖ് നിങ്ങൾ എന്റെ ലീഡർ തന്നെയാണ്. നിങ്ങൾ ആ വലിയ പദവി അംഗീകരിക്കുന്നതിൽ ഈ കുഞ്ഞഹമ്മദുമുണ്ട്. ആ വിഷയത്തിൽ ഞാൻ ചെറിയ ആളെന്നെയാണ്. ഞാനല്ലാന്ന് പറയുന്നില്ല, നിങ്ങളെ ഞാൻ തള്ളിക്കളയുന്നില്ല. വളരെ വിനയത്തോടെ താഴ്മയോടെ എളിമയോടെ വളരെയധികം ചെറിയ മനസ്സോടെ ആ വലിയ ആള് നിങ്ങൾ എനക്കും ലീഡർ എന്നെ ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതെ ഈ കുഞ്ഞഹമ്മദ് അതിലുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്നവരെ കൂട്ടത്തില് ഈ കുഞ്ഞഹമ്മദുമുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഭാഗത്തിൽ നിന്ന് വിളിച്ചു പറയപ്പെട്ടു, നിങ്ങ ഉഹൈമിദല്ല, കുഞ്ഞഹമ്മദല്ല, നിങ്ങ അഹ്മദുൽ കബീർ. വലിയ അഹമ്മദ്, നിങ്ങ കുഞ്ഞഹമ്മദല്ല. ഞങ്ങളുടെ ഫസ്റ്റേ വലിയ അഹമ്മദായി. ഇപ്പൊ നോക്കുമ്പോ നായി മൂസുന്നില്ല, ഞങ്ങളെ നായ മൂസുന്നില്ല. എന്റെ ഓനെന്നെ വലിയ ആള്, ഓന്നെ വലിയ ഹോജറാജാവും. നമ്മളെ ധാരണതല്ലേ? നമുക്ക് വിനയമുണ്ടോ? ഇനി വിനയം ഉണ്ടെങ്കിൽ ഡ്രാമ അല്ലേ, നാടകം. അത് ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന വിനയ നെറ്റിമുത്തുന്നു. അയാള് മീറ്റ കയറിയിട്ട് പോയിട്ടില്ല, അതിനോട് 4 സെല്ലാം വിട്ടിട്ടുമായി. പിന്നീട് ബുദ്ധിനെ നമ്മളത് എല്ലാം ഒരു തരം ഡ്രാമ, നാടകം, കാപ്പാട്യം. നിങ്ങൾ എല്ലാരും അല്ലേ, നിങ്ങൾ ബേജാറൊക്കെ ഉണ്ടാവല്ലേ? അയാൾ പറ്റു ചൊല്ലിട്ട് പോയല്ലേ?
അങ്ങനല്ല, തീരെ ഈ സ്റ്റൈലിൽ ഇല്ല എന്ന് എനിക്ക് ചെല്ലാനേ കാര്യം. ഞങ്ങളതൊന്നുമല്ല, നിഷ്കളങ്കമല്ല. ഇവിടെ 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 ഇത് നേരാണ്. ഇത് ബാക്കി അപ്പുറത്ത് സാരമില്ല. ഐഹാത്ത് വിട്ടൊന്നും സാരില്ല, അബാല് വിട്ടൊന്നും സാരമില്ല. 12:50 നിസ്കരിക്കേണ്ടത് 1:10 വലിയ പ്രശ്നം അള്ളാക്കില്ല. അതേസമയത്ത് ഈടെ മോശായ എല്ലാം പോയി. ഇത് ക്ലിയർ ഉണ്ടാ? അപ്പതാ വലിയ ആളല്ല, ഞാൻ ചെറിയ ആളല്ലേ, നിങ്ങൾ വലിയ മാഷാ അല്ലാഹ് എന്ന് ചെല്ലാനുള്ള മനസ്സ് വരുന്ന പറഞ്ഞാ ഇത് നേരണ്ടെങ്കിൽ അത്ര വലിയ പ്രായമുള്ള മഹാൻ, ഇയാളെക്കാളും ഈ മണ്ണിലേക്ക് ആദ്യമായി ജനിച്ചു വീണ മഹാൻ, ലോകവന്റെ മഹാൻ, പാണ്ഡിത്യ സാഗരമായ മഹാൻ, ഈ ലീഡർഷിപ്പ് അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കൽപ്പന മഹാൻ പറഞ്ഞിട്ടാകുമ്പോ എന്തു പറഞ്ഞ് അതിന് ഞാനില്ല, എന്നെ കൂട്ടണ്ട, ഞാൻ നിങ്ങളെ കണ്ട് മുന്നേ വന്നിനി എന്നാ പറഞ്ഞ് അല്ല. ഈ കുഞ്ഞഹമ്മദ് അതിലുണ്ട്, നിങ്ങൾ എന്റെ ലീഡറാണ്, നിങ്ങളാ കാലി എന്റെ പെരടിയിലാണ്, നിങ്ങൾക്ക് എപ്പോഴും താഴെയാണ് ഞാൻ എന്ന അഭിനയത്തോട് ആത്മാർത്ഥമായിട്ട് ആ സ്ഥാന പദവി അംഗീകരിച്ചു കൊടുത്തപ്പോ മേലായ റബ്ബിന്റെ വക്കൽ നിന്നിട്ട് വിളി വന്നു, അതെ നിങ്ങൾ ഉഹൈമിദല്ല, നിങ്ങൾ കുഞ്ഞഹമ്മദല്ല, നിങ്ങൾ അഹ്മദുൽ കബീറോ. അവരാണ് മുഅ്മിൻ. അതറിയെങ്കിൽ ഈ നിങ്ങൾ എന്നെ നോക്കി ഈ മുഅ്മിനും ചെല്ലെങ്കിൽ ആര് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ അടയാളം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങൾ, അള്ളാന്റെ പൊരുത്തം ലഭിച്ച മുഅ്മിനീങ്ങൾ, നാളെ അല്ലാഹു തആല അവന്റെ പൊരുത്തത്തോടെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുന്ന മുഅ്മിനീങ്ങൾ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാന്റെ പൊരുത്തം ലഭിച്ച മുഅ്മിനീങ്ങൾ, അവന്റെ യഥാർത്ഥ അടിമകൾ. അതാര് എന്ന് അല്ലാഹ് തന്നെ ഞങ്ങൾക്ക് പിന്നെ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. وعباد الرحمن, റഹ്മാനായ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകള്, അവന്റെ പൊരുത്തത്തിന് പാത്രീഭൂതരായ അടിമകള്, അവന്റെ ആഖിറം രക്ഷപ്പെട്ട അടിമകള്, അവന്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം ലഭിക്കപ്പെട്ട അടിമകള് ആരറിയുമോ? യംശൂന അലൽ അർളി ഹൗനാ, അവർ ദുനിയാവിൽ വളരെ വിനയത്തോടെ താഴ്മയോടെ ജീവിക്കുന്നവരാണ്. ഇല്ല, അവർക്ക് വലിപ്പത്തരം ഇല്ല, അവർ ഞാൻ എന്നെ വലിയ ആളെന്ന് ചിന്തിക്കുന്നില്ല. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഖുർആനല്ലേ, തിൽക ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അവർ ദുനിയാവിൽ അക്രമം കാണിക്കുന്നവരല്ല, ഫിത്ന ഫസാദ് പറയുന്നവരല്ല, അവർ ദുനിയാവില് വലിപ്പത്തരം കാട്ടുന്നവരല്ല. ഞാൻ ആരെന്നറിയോ? എന്നാക്കില്ലെങ്ങനെ, എന്റെ ചെല്ലാത്തത്, എന്നെ വിളിക്കാത്തത്, ഈനിപ്പൊ ഞാൻ കേൾക്കണമെന്നെന്ത് എന്നിങ്ങനെ ചിന്തിക്കുന്ന ചില അഹങ്കാരികളില്ലേ, അവരെ പറ്റിയാണെന്ന് പറയുന്നത്. അവർ അല്ലാഹുവിന്റെ അടിമകളല്ല, അവർ ശപിക്കപ്പെട്ടവരാണ്, അവർ അവഗണിക്കപ്പെട്ടവരാണ്. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അവർ വളരെ കാണുമ്പോ സിമ്പിൾ. നിങ്ങൾ നോക്കി, ഏത് മഹാന്മാരുടെ ചരിത്രം നോക്കിയാല ഇതേ റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു സത്യത്തിൽ ഈ ഭൂമിയിലേക്ക് പറന്നു വീഴുന്നതിന് മിന്നെ കറാമത്ത് കാട്ടിയ ആളാണ് റിഫായ് ശൈഖ്. എന്താ അവിടെ എക്സ്ട്രാ അവിടെ ചർമുരി പുഗ് ബിസിനസ് എല്ലാം ഉണ്ടാ? ഇല്ലല്ല. പിന്നെ എല്ലാവരും പേർക്കും അങ്ങനെ പോന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. എനിക്ക് ഈ വിഷയത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് തന്നെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ബേജാറായെങ്കിലും എനിക്കതിൽ ബേജാറേ ഇല്ല. ഞാൻ ഇവിടെ പൊന്നിന്റെയും കൊപ്പറിന്റെയും വില പറയാൻ പറഞ്ഞല്ല. അല്ലാണ്ട് ഓർന്നത് ആയത്തു ഹദീസാണ്, നിങ്ങളത് മുബാറക്കായ മജ്ലിസാണ്, സ്വർഗത്തിന്റെ തൊപ്പാണ്. ഇതിനോടുള്ള അതബ് അത് വളരെ വലുതാണ്. അതവാണല്ലോ ഈമാൻ, അല്ലേ? അമലല്ല ഈമാൻ, അതവാണ് ഈമാൻ. കാദല്ലദബു അൻ യകൂന സുലുസൈ ദീനി, അതാണ് ഏറ്റവും പ്രധാനം. പള്ളികളോട്, മദ്രസകളോട്, ഇതുപോലെയുള്ള ദീനിന്റെ ഷിആറുകളോട്, ചിഹ്നങ്ങളോട്
പ്രായമുള്ളവരോട്, വയസ്സന്മാരോട്, ഹിര്യന്മാരോട്, വലിയവരായ ആലിമീങ്ങളോട്, തങ്ങന്മാരോട്, ജന്മം നൽകിയ ഉമ്മയോട്, പപ്പയോട്, കെട്ടിയരായ ഭർത്താവിനോട്, അങ്ങനെ വലിയവരോട് 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 വലിയ ആദരവ് വേണം. അതിനോട് വലിയ റെസ്പെക്ട് വേണം, വല്ലാത്തവും അച്ചടക്കം വേണം. അതാണ് ഈമാൻ. അമലല്ല അത്, പുറമേക്കുള്ള പൈറ്റി. അമല് വേണ്ടെന്നല്ല, അതും പോടോ അപ്പനല്ലേ സംഭവം. ഇതാദവും വൃത്തിയില്ലാത്തവൻ എന്താ അമലുണ്ടായിട്ട് കാര്യം? എന്താ ഇബിലീസിന് എന്താ അമലിന് കുറവുണ്ടായിനാ? ഇബിലീസിന് അമലിന് കുറവുണ്ടായിനാ? സ്വർഗത്തിൽ ആ ജഗായി സുജൂദിടാത്ത ഒരു ഇഞ്ച് സ്ഥലമില്ലല്ലോ. മഹാനായ അമീറുൽ മുഹദ്ദിസീൻ ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഷാരിഹുൽ ബുഖാരി മഹാൻ പറഞ്ഞതാണ് സനദോടുകൂടി. രാക്കഥ പറയുന്നതല്ല, ഡിങ്കന്റെ കഥ പറയുന്നതല്ല ഇത്, സങ്കല്പിക്ക ഐതിഹ്യ പുരാണം പറയുന്നതല്ല ഇത്. മഹാനവറുകൾ പറയുന്നുണ്ട്, അള്ളാന്റെ സ്വർഗലോകത്ത് ചങ്ങായി സുജൂദിടാത്ത ഏ ചങ്ങായി ടെൽ മീ ആരി? ഇബ്ലീസ്. ഓന്റെ ഫസ്റ്റത്തെ പേരെങ്ങനെ അറിഞ്ഞ? അസാസീൽ. അസ്രായിലിനെ പോലെ, ജിബ്രീലിനെ പോലെ എന്ന് മാത്രമല്ല, അവരെ ഉസ്താദുമാണ്. അവര് ജിൻസിൽ പെട്ട ആളല്ല, വക്കാന മിനൽ ജിന്നി, എന്നാലും അവരെ ഉസ്താദാണ്. സ്വർഗലോകത്ത് 14,000 ആണ്ട്, ഒന്നല്ല രണ്ടല്ല നൂറല്ല ആയിരമല്ല, 14,000 ആണ്ട് അള്ളാന്റെ സ്വർഗലോകത്ത് സുജൂദിട്ടവനാണ്. മലായികത്തീങ്ങളെ ഉസ്താദായവനാണ്, സ്വർഗത്തിന്റെ കാവലുകാരനായി നിന്നവനാണ്. എന്നിട്ട് പോലും വലിയവരായ ആലിമായ ആദമിനെ ബഹുമാനിക്കാത്തതിന്റെ പേരില്, ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കാത്തതിന്റെ പേരില്, അതബില്ലാതെ പോയതിന്റെ പേരില് സുഖലോക സ്വർഗത്തിന്റെ പടിയടച്ച് പിണ്ടം വെച്ച് ഗെറ്റ് ഔട്ട് അടിച്ച് കാലാകാലം ലാനത്തിട്ട് ശപിക്കപ്പെട്ട് അവനേതാ അല്ലാഹു തആല തൗബ പോലും സ്വീകരിക്കപ്പെടാത്ത നിലക്ക് അവനേതാ സ്വർഗം ഹറാമാക്കി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ചെയ്ത തെറ്റ് ഇബാദത്ത് കുറഞ്ഞതല്ല, ഇൽമിന്റെ കമ്മി. ഇൽമ് കമ്മിയായിനെങ്കിലും മലായികത്യങ്ങളെ ഉസ്താദാണ്. ഞങ്ങളെ എടുത്ത ഇത്ര കുള്ളപ്പിയം പിള്ളമാർക്ക് തന്നെ ഉസ്താദിനെ വെക്കുമ്പോ ഞങ്ങളെ കമ്മിറ്റിക്കാർ എല്ലാ സ്ഥലവും കേട്ടിട്ടില്ലേ? ഉസ്താദ് ഞങ്ങളുടെ മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടാ മദ്രസയിൽ നിന്നിട്ട് കേട്ടിട്ടില്ലേ? ഒന്നും ഉസ്താദ് MSR ലോവർ ഹയർ സെക്കൻഡറി ഹിസ്ബ് ട്രെയിനിങ് അതർ ETC എറ്റ്സെട്ര എല്ലാം ഉണ്ടാണ് കേട്ടിട്ടില്ലേ? ആരെ പഠിപ്പിക്കുന്നത്? അജ്മീർ ഹാജാൻ പഠിപ്പിക്കുന്ന ഉസ്താദ് അല്ല, മമ്പുറം നിങ്ങളെ പഠിപ്പിക്കുന്നതിനെയാ? എന്നിട്ട് ഞങ്ങൾ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ, യോഗ്യത അർഹത കേട്ടില്ലേ? അപ്പൊ പിന്നെ മലായികത്തീങ്ങൾക്ക് ഉസ്താദായിട്ട് അല്ലാഹു ജിബ്രീലിനെ വെക്കുമ്പോ എന്തെല്ലാം യോഗ്യത നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ യോഗ്യതകളിലെല്ലാം അവൻ പാസ്സായിരുന്നു. എന്നിട്ട് എന്തായി? അല്ലാഹു മാപ്പ് കൊടുത്താ? മാപ്പർഹിക്കാത്ത പാപമാണ് അനാദരവ്, അതബുകേട്. ജാഗ്രത. പള്ളി കളിക്കണ്ട, മദ്രസ ദർസ് കളിക്കണ്ട, ആലിമീങ്ങള് മുത്താലിമീങ്ങള് കളിക്കണ്ട, തങ്ങന്മാറ് മഹാന്മാരെ കളിക്കണ്ട, ഉമ്മ ബാപ്പ കളിക്കണ്ട, കെട്ടിയ ഭർത്താവ് കളിക്കണ്ട, പ്രായമുള്ളവരെ വയസ്സന്മാരെ കണക്കിലേറെ അവരെ മുമ്പിൽ പാറണ്ട. ജാഗ്രത. മാപ്പർഹിക്കാത്ത പാപമാണ് അതബുകേട്. മുസ്തഫായ റസൂലുള്ളാഹി 14,000 ആണ്ടാണ് ആ ചങ്ങായി സുജൂദിട്ടത്. നമ്മളെ പള്ളിക്ക് ഞങ്ങൾ എപ്പം ഒരിക്കൽ വന്നിട്ട് സുജൂദിട്ട് പോയിനെ. എന്നിട്ടും ചൊല്ലിക്കൊണ്ടുള്ള എന്റെ എത്ര കൂടെ സുജൂദിട്ടോർ ഈ കറോ പാടിയിലേ ഇല്ല. അതിനെപ്പോ ആട്ടിക്കൊരു പുണ്യം നമുക്ക് കിട്ടും. കഴിഞ്ഞ റമദാൻ 27 ലൈലത്തുൽ ഖദ്റിന്റെ നെയ്യപ്പം ഇങ്ങോട്ട് പോയിനോ? പെരുന്നാക്കും കൂടി വന്ന് ഞാൻ ഡൗട്ട്. എന്നിട്ട് വലിയ കേട്ടോക്കിയാല ഓന്തി എന്ന് പറഞ്ഞാൽ എന്റെ എത്ര നിസ്കാരം ഉള്ളവരോടില്ല. അതന്നെയാണ് കിബർ. പക്ഷേ മഹാന്മാർ അങ്ങനെയല്ല. അവർ മാഷാ അല്ലാഹു കബൂലാക്കട്ടെ. അതൊരിക്കൽ സംഘാടകർക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ. നിങ്ങൾ എന്നെ നോക്കി മേങ്ങിട്ട് കുടിച്ചു, എന്നെ നോക്കി മേങ്ങിട്ട് കുടിച്ചു. എന്നെ നോക്കേണ്ടതല്ല, കുടിക്കുന്ന എന്നെ നോക്കണമെന്നാണ് സുന്നത്ത്. ഇപ്പൊ പിന്നെ നിങ്ങൾ നോക്കിയില്ല ബുദ്ധിമുട്ടാണ്. ഒരു ഗ്ലാസ് സർബത്ത, ചായ, ജ്യൂസ, തെളിയ, കൊണ്ടോ, ഇളനീറ, ജ്യൂസ, കൊക്കക്കോള, വെള്ള കുടിക്കുമ്പോ 6 സുന്നത്തുണ്ട്. ഞാൻ വെക്കുന്ന 6 സുന്നത്ത്. ആട് തെളി കുടിക്കുമ്പോൾ പുറന്ന് കുടിച്ചിട്ടല്ലാണ്ട് 6 സുന്നത്ത് നോക്കിനേടെ 6 സുന്നത്തുണ്ട്. ഏത് ഇരുന്ന് കുടിക്കുക,
വലത്തെ കയ്യിൽ പിടിക്കുക, ബിസ്മി കൂട്ട, തുള്ളി തുള്ളിയായിട്ട് മെല്ലെ മെല്ലെ ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് ദമ്മ് ദമ്മളകിട്ട് കുടിക്കുക. കുടിക്കുന്നതിനെ നോക്ക, കുടിച്ച പിന്നെ അൽഹംദുലില്ലാഹ്. ഇതിലേതും കൊണ്ട് നമുക്കുണ്ടാ ഞാൻ കുടിച്ചിട്ട് ആ പിന്നെ നോക്കുന്ന ഗ്ലാസ്സിൽ ബത്തക്കടി വിട്ടുമുറ്റി ബാക്കിയായി അല്ല ഉള്ള പോയിനാ കുടിക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് ഒരിക്കൽ സംഘാടകർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുബാറക്കായ മജ്ലിസിൽ കുടിപ്പിക്കപ്പെടുന്ന ആ പാനീയം കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് ശാരീരിക മാനസികമായ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ശുഭ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞ ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നതിന് പിന്നെ കറാമത്ത് കാട്ടിയ മഹാനാണ് മഹാനായ ശൈഖ് റിഫായി. ചെറിയ ആളല്ല, അല്ലാഹുവിന്റെ ലോകം കണ്ട് ഏറ്റവും വലിയ മഹാൻ. ആ മഹാന്റെ ചരിത്രം ഇഷ്ടം പോലെ ഉണ്ട് പറയാൻ. ഈ ലോകത്തേക്ക് ഉമ്മ പ്രസവിക്കുന്നതിന് മുന്നേ കറാമത്ത് കാട്ടിയ മഹാൻ. അതൊരു അത്ഭുതല്ലേ? അയാൾ ദുനിയാവിലേക്ക് വന്നിട്ടേ ഇല്ല, അയാൾ പെറ്റിട്ടേ ഇല്ല, അയാൾ ഈ മണ്ണിൽ പിറന്നിട്ടേ ഇല്ല, അയാൾ ഉമ്മ പ്രസവിച്ചിട്ടേ ഇല്ല. അതിൽ മിന്നെ ആ മഹാൻ കറാമത്ത് പ്രകടിപ്പിച്ചു ലോകത്ത്. ചെറിയ ആളല്ല, ഞങ്ങൾ റാത്തീബ് കൊണ്ടാടപ്പെടുന്ന മഹാൻ, ഞങ്ങൾ ഫാത്തിഹ ഓതപ്പെടുന്ന മഹാൻ, ഞങ്ങൾ 100ഉം 200ഉം 1000ഉം 500ഉം സംഭാവന കൊടുത്തിട്ട് നേർച്ച വെക്കപ്പെടുന്ന മഹാൻ, ഇറച്ചിയും നെയ്ച്ചോറിന്റെ അരിയും സവാളയും ഇതിനെല്ലാം കൊടുത്തിട്ട് ഞാനും നിങ്ങളും ഹദിയ കൊടുക്കപ്പെടുന്ന റിഫായി ശൈഖ് തങ്ങള്. ചെറിയ ആളല്ല, ഗർഭം വയറ്റിൽ ജനിച്ചാറാം മാസത്തിൽ ഗുണമുള്ള തായേറിതാരെന്ന് കേട്ടോവർ, മകനോ മകളെന്ന് ചോദിച്ച നേരത്ത് മകനാറഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കപ്പെടുന്നതിന് മുന്നേ ഉമ്മ ഗർഭിണിയാണ്. റിഫായി ശൈഖ് തങ്ങൾ ഉമ്മ ഗർഭിണിയാണ്. അന്ന് റിഫായി ശൈഖ് അല്ല, റിഫായി അല്ല, പ്രസവിച്ചിട്ടില്ല, ആണാ പെണ്ണാ എന്തോ അറിയല്ല. ആ ഉമ്മ ഗർഭിണിയാണ്. 6 മാസമായപ്പോ ഉമ്മാന്റെ മനസ്സിൽ ഒരു ആശ, അതായത് മാസങ്ങൾ ഇങ്ങനെ തികയുമ്പോ പ്രായം ഇങ്ങനെ കുഞ്ഞിനും കൂടുന്നു, എന്റെ ഗർഭാവസ്ഥയും കൂടുന്നു, പ്രസവിക്കാനുള്ള സമയവും അടുക്കുന്നു. അപ്പൊ ഏതൊരു ഉമ്മാക്കും ഉമ്മാപ്പാക്കും മാത്രമല്ല, പള്ളി ഇച്ഛ അനുജന് പെങ്ങള് ആങ്ങള ഉമ്മ ആരുണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ആശ, എന്ത് ആണാ പെണ്ണ, കിടാവാണാ പെണ്ണ ഇല്ലേ? ചെറിയ ഓളപ്പങ്ങളെ കിടാൻ ഉപയോഗിച്ചിട്ട് കേൾക്കുന്ന ഇങ്ങനെ, നീ തൊടറാ, വീട് തൊടറാ, ഏത് തുറന്നു, നീ ആണാ പെണ്ണ, ഉമ്മാന്റെ കിട ഇതോട്ടം കാണൂല്ലോ, ഇതോട്ട് അങ്ങനല്ല, വണ്ണി സംഗതി കിതാബിലൊന്നും ഇല്ല. ഒരാശ അത് എല്ലാവർക്കും ഉണ്ട്. അത് റിഫായി ശൈഖ് ഉണ്ടായി. മനുഷ്യത്തിയല്ലേ? അള്ളാന്റെ വലിയത്താണെങ്കിലും അള്ളാന്റെ നബി ആണെങ്കിലും മനുഷ്യത്തിയല്ലേ? അപ്പൊ ആശകളും അഭിലാഷങ്ങളും വികാരങ്ങളും വിചാരങ്ങളും മനുഷ്യ സഹജമല്ലേ? അതുണ്ടാവും. അപ്പൊ എന്റെ കുഞ്ഞാണാ പെണ്ണ, ഉമ്മാന്റെ ഇന്നിപ്പോ ആണാ പെണ്ണെന്നറിയാന് വയ്യുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസ് അത്ര കണ്ട് വിപുലമാണ്, അപ്ഡേറ്റഡ്. എക്സ്റേ, സ്കാനിങ്, ECG, MR സ്കാന്, SR സ്കാന്, എല്ലാ സ്കാനും ഉണ്ട് ഇല്ലേ? ആണാ പെണ്ണാന്നറിയാനുള്ള വയ്യുണ്ട്. പക്ഷെ അത് കാണുന്നു വിരുദ്ധ, ലിംഗനിർണയ നിഷിദ്ധ. അവിടെ എഴുതിട്ട് ആശുപത്രിയുടെ ഡോറില്, എക്സ്റേ ഹാളില്, സ്കാനിങ് റൂമിന്റെ എഴുതിട്ട് വെച്ചിന് എല്ലാ സ്കാനിങ് ആയിരിക്കും. കാർഡേലിന്റെ പൊളിഞ്ഞിനായില്ലേ, മൂത്രത്തിന്റെ കല്ല് താതയാ, കിഡ്നിയില കല്ല് 8 13 mm എന്നെല്ലാം ചെല്ലും. പക്ഷേ കിടാവ്, പള്ളലുള്ള കിടാവ് ആണാ പെണ്ണ എക്സ്റേ എടുത്തു സ്കാനിങ് കിട്ടും ചെല്ല. എന്തേ? അത് നിയമവിരുദ്ധാണ്, നിഷിദ്ധ. അത് എഴുതി വെച്ചിന് മാത്രം. 500 രൂപ നോട്ട് കൊടുത്തെങ്കിൽ എല്ലാം സിദ്ധ. ഇരിക്കട്ടെ, ഇന്ന് ആ സംവിധാനം ഉണ്ട്, അന്നതില്ല. 900,000 ആണ്ടുകൾക്ക് മുമ്പതില്ല. റിഫായി ശൈഖ് തങ്ങളെ കാലത്ത് അതില്ലല്ലോ. ഉമ്മ തന്റെ ആശ പ്രകടിപ്പിച്ചോ. പള്ള നോക്കിയിട്ട് ഉമ്മ പറഞ്ഞോലോ, പൊന്നുമോനെ, കുഞ്ഞ്, പൈതല്, നീ ആണാ പെണ്ണാ, നീ മകനാ അതല്ല മകളാ എന്നാ ഉമ്മ ചോദിച്ചപ്പോ അതാ പള്ളന്റെ ഉള്ളുന്നൊരു സൗണ്ട്, പള്ളന്റെ ഉള്ളുന്നൊരു സംസാരം. സുബ്ഹാനല്ലാഹ്, കുഞ്ഞു പൈതല് സംസാരിക്കുന്നു. 6 മാസത്തെ പൈതലാണ്, ഇനിയുണ്ട് 3 മാസം പ്രസവിക്കാൻ. ആ ഗർഭസ്ഥ ശിശു പച്ച ഭാഷയില് ആണാ പെണ്ണാന്ന് മാത്രമല്ല പറഞ്ഞത്, ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുക്കേണ്ട പേരടക്കം പറഞ്ഞു കൊടുത്തു. മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാറഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. അതാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ചെറിയ ആളല്ല,
ലോകത്തിന്റെ കുത്തുബാണ്, ലോകം കണ്ട ശേഖാണ്, അക്താബീങ്ങൾക്ക് നേതാവാണ്, വലിയ മഹാനാണ്. അല്ലാഹു അവരുടെ മദതും ബർക്കത്തും ഞങ്ങൾക്ക് രണ്ടു ലോകത്തും നൽകട്ടെ. അവരോടുള്ള മഹബ്ബത്തും സുഹബത്തും മഅയ്യത്തും അല്ലാഹു ധാരാളം നൽകട്ടെ. അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ഇസ്സത്ത് കാക്കട്ടെ. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉന്നതമായ ദർജയിലാണ്, അലാ മർത്തബയിലാണ്, ഫീ മഖാഫി പിന്നെ ഉന്നതമായ സ്ഥാനത്ത്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഒരു വേണ്ടപ്പെട്ട ഒരാള്, അയാളെന്തോ ബേജാറുണ്ടായി. അയാളെ ഭാര്യ ശരിയില്ല. ആരെ 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 നിങ്ങ തലാട്ടൊന്നുമില്ല, നിങ്ങൊന്നും മുണ്ടൊന്നുമില്ല, വോട്ടിന്റെ ക്ഷീണമൊന്നും ഇല്ല. നിങ്ങൾ വോട്ടിട്ടിട്ടല്ലേ? ഞമ്മക്ക് വോട്ടെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ വന്നില്ല. നിങ്ങൾ പിന്നെ ഇത്ര പച്ചൽ പിടിച്ചിരുന്നത് നമുക്കറിയില്ല. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാള് പെഞ്ഞായി വില റാഹത്തില്ല. എല്ലാ പേരുടെ ഉള്ളിലുള്ള വിഷയമേ. കുറെ എല്ലാം കണ്ടിട്ടില്ലാന്ന് വെക്കണോ, കുറെ എല്ലാം കേട്ടിട്ടില്ലാന്ന് വെക്കണോ, കുറെ എല്ലാം ആയിട്ടില്ലാന്ന് വെക്കണോ. അപ്പൊ എല്ലാം ചന്താണ്. ഇത് മുണ്ടം കയ്യ തുപ്പം കയ്യ അങ്ങനെ എന്തെല്ലാം ആയിട്ട് പോകുന്നത്. പിന്നെ നീ ഉർക്ക് മാത്രം കെട്ടിയാൽ മതിയാവില്ല, മണിപ്പിന്റെ വള്ളിയെ മന്ത്രിച്ചിട്ട് കെട്ടേണ്ടി വരും. ലൈഫിൽ ചെല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് അതുണ്ടാ. ഉർക്കും കെട്ടണ്ട, എന്തും വേണ്ട, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ. നീ ഉർക്കല്ല മണിപ്പിന്റെ വള്ളി കെട്ടിയ നേരാവേ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാ. ബിന്ദ നമുക്കതില്ല. ഞാൻ വിടല, ഞാൻ അള്ള പൊരുത്തപ്പെട്ടു, ഞാൻ പൊറുക്കാല. ചെന്ന് കേട്ടില്ലേ ഞങ്ങള് വൈസ് പ്രസിഡന്റ് കൊടുത്ത കമ്മിറ്റിന്റെ ആളല്ലോ. ഇപ്പൊ കേട്ടേ കഴിഞ്ഞ കൊല്ലം ഉമ്രക്ക് പോകുമ്പോ എല്ലാവരും കേട്ടണം, നീ പൊരുത്തം കെട്ടണം. എല്ലാവരും വിളിച്ചു, എല്ലാവരും പൊരുത്ത പഠിക്കണം. അവനെ വിളിച്ചിട്ട് അവൻ ഞാൻ പൊരുത്തപ്പെടാം. ഓൻ അള്ള പൊരുത്തപ്പെട്ടു, ഞാൻ പൊരുത്തപ്പെടാൻ ഏറ്റവും ഉമ്രക്ക് പോയി. അങ്ങനത്തോറുകൊണ്ട് നമ്മളെ ഈടുത്ത വൈസ് പ്രസിഡന്റ് അല്ല അത് ബായിങ്ങനെ ചെല്ലുമ്പോ അങ്ങനെ ചെല്ലിപ്പോയത് അത്ര. ഞാൻ ഉദാഹരണം പറയാം. മത്തലൻ തഖദീറൻ ഫോർ എക്സാമ്പിൾ അവലെ ചർച്ചക്കാൻ ആ ശൈലി ശരിയല്ല, ആ നിലപാട് ശരിയല്ല. അഡ്ജസ്റ്റ്മെന്റ് പോകണം, എല്ലാത്തിലും അഡ്ജസ്റ്റ്മെന്റ്. മറക്കണം, പൊറുക്കണം, അതാണ് അല്ലാഹ്ക്ക് ഇഷ്ടം. ഇകട്ടെ റിഫായി ശൈഖ് തങ്ങളൊരു വേണ്ടപ്പെട്ടവരാ, ശിഷ്യനായവരാ, മുരീദായവരാ. അയാൾക്ക് അങ്ങനെ പേരിന്റെ ഉള്ളിൽ ചെറിയൊരു ഗൗജി കത്തള, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, ഒരു വാഹത്തിന് വേണ്ടിയിട്ട്, ഒരു ഇത്തിരി നെമ്മതിക്ക് വേണ്ടിയിട്ട് മോന്തി നേരത്തെ പറക്കുവാണ്. അല്ലേ അല്ലേ? ഇത് പേരിന്റെ ഉള്ളിൽ എത്തിയിട്ടാകുമ്പോ റഹ്മാന ഒരിക്ക പുറത്ത് പോയിറാണ്. ഉറങ്ങങ്ങ് കിടാക്കപ്പെടുന്നില്ല, ഉറങ്ങാണ്ടിരുന്നങ്ങ് വാ വിടുന്നില്ല, ഉറങ്ങുനീ കിടാക്കപ്പെടുന്നില്ല. ഉറങ്ങാണ്ട് സോപ്പിലെത്തിയ കുറച്ചു നേരം മുണ്ടാണ്ടിക്കാൻ റെസ്റ്റ് എടുക്കാൻ ചെല്ലുമ്പോ ഓമുണ്ടില്ല. ഓ വിടാതിരിക്കാൻ കാരണമുണ്ട്, ഓളെ നീയും വിട്ടിട്ടില്ല. സുബൈക്ക് പോകുമ്പോ ബിസ്മൂട്ടില്ല കിഞ്ഞിനെ ഓക്കെ സല്ലാൻ തിട്ടില്ല, നീ കിഞ്ഞിട്ട് പോയിനെ. നീ ശരിക്കണ്ട. സംഗതി രണ്ടും ഒരേപോലെ തന്നെ. അത് ചട്ടിക്കൊത്ത ശങ്കരനെ ഉണ്ടാവും. ചേരേണ്ടതിലേക്കേ ചേരൂ. അത് ഖുർആനല്ലേ. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. മഹാനായ റിഫായി ശൈഖ് തങ്ങളെ ഈ ശിഷ്യന് ഇല്ല ബേജാറുണ്ട്. അയാൾ നമ്മളെ പോലത്തെ മാപ്പിളല്ല. ഏതായാലും കുറച്ചെല്ലാം കൺട്രോൾ ഉള്ള മനുഷ്യൻ. ഏതായാലും നമ്മളെ പോലത്തെ ആളല്ല, കുറച്ചെല്ലാം ദീനും നിലപാട് എല്ലാം ഉള്ള ആള്. റിഫായി ശൈഖ് തങ്ങളെ ആളല്ല, അപ്പൊ പിന്നെ കൺട്രോൾ ഉണ്ടാവുമല്ലോ. എന്നാലും കണക്ക് നേരവാളെ ഈ തുള്ളലും പാറലും പിടക്കലും കാണുമ്പോ ഇയാൾക്ക് ലൈഫേ മടുത്തു, ജീവിതമേ മടുത്തു. ഇയാളാകെ ബേജാറായി. ഇയാൾക്ക് ആയിരുന്നു എല്ലാക്കി ദിക്റുണ്ട്, ഔറാദുണ്ട്, എല്ലാം ഉണ്ട്, സബറുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും മനുഷ്യനല്ല, അതിനൊരു പരിധിയില്ലേ. സഹി കെട്ടപ്പോ ഇയാൾ നേരെ പാഞ്ഞോ ഇല ഹളർത്തി റിഫായി ശൈഖ് തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് അവിടുന്ന് പറയുകയാണ് തങ്ങള്, അതെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്. പോയെന്ന് പറഞ്ഞാൽ റിഫായി ശൈഖ് തങ്ങളോട് പോയിട്ട് കണ്ടിട്ട് വിഷയം ചൊല്ലിയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കേട്ടിട്ട് വരാ. 1 കിലോ മന്ത്രിച്ചൊന്നു ചെറു, അല്ലെങ്കിൽ മന്ത്രിച്ച ഒരു കുപ്പി വെള്ളം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടലാസിന്റെ ഇസ്മു, അതല്ലെങ്കിൽ തലാക്ക് ചെല്ലാനുള്ള ഫൈനൽ ഡിസിഷൻ ഏതുവാകട്ടെ എന്തൊന്ന് കിട്ടുവല്ലേ എന്ന് പറഞ്ഞിട്ട് തന്റെ മുർഷിദായ മുറബ്ബിയായ എല്ലാമായ റിഫായി ശൈഖ് തങ്ങൾ അടുക്കലേക്ക് ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പോയി നോക്കുമ്പോ പോയിട്ട് അവിടേക്ക് എത്തിയിട്ടില്ല, പണ്ടുള്ളക്ക് എത്തിയിട്ട റിഫായി ശൈഖ് തങ്ങളെ കണ്ടിട്ടില്ല. കാണുന്നതിന് മിന്നെ അതാ റിഫായി ശൈഖ് തങ്ങളെ ഭാര്യ. സുബ്ഹാനല്ലാഹ്.
وبيد امرأته مهراق التنور وهي تضربه على كتافه. മാച്ചിൽ കുടിച്ചിട്ട് റിഫായി ശേഖ് തങ്ങളെ പേരടേക്ക് തച്ചുണ്ട്. ആരി റിഫായി ശേഖ് തങ്ങളെ പെഞ്ഞായി. ഇയാളെ പെഞ്ഞായിന്റെ ഭാര്യ എന്റെ കംപ്ലൈന്റ് ചൊല്ലിയിട്ട് 160 എന്താ ഉമ്മ തിരിച്ചിട്ട് കൊണ്ടിട്ട് ശരിയാക്കി പോയിട്ട് അവിടെ നോക്കുമ്പോ അവ പറഞ്ഞിനെ തച്ചിനെ കുത്തിനെ, എന്നാൽ ഇന്നോളം മാച്ചിലടച്ചിട്ടില്ല. ഈടെ നോക്കുമ്പോ മെഹ്റാഖുത്തന്നൂർ, ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞ ചൂല്. അതുകൊണ്ട് നന്നായി കൊടുക്കുന്നുണ്ട് പെർദിക്ക് മാത്രമല്ല അടികിട്ടിയിട്ടും മണ്ണ് പെറിട്ടും വെണ്ണൂറ് പെറിട്ടും മഹാനായ റിഫായി ശേഖ് തങ്ങളെ ശരീരം മാത്രമല്ല വിവർണമായത്, വസ്ത്ര ഉടയാടുകൾ പോലും കറുത്തുപോയിട്ടുണ്ട്. മാച്ചില്ലല്ലേ ചൂല്ലല്ലേ അടിക്കുന്നേ അല്ലേ? അപ്പൊ പിന്നെ മണ്ണാവലെ ചേറാവലെ. പക്ഷേ ആ നേരത്തെ പോലും റിഫായി ശേഖ് തങ്ങൾ മൗനിയാണ്, ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പ്രതികരിക്കുന്നില്ല, കാമ തിരിച്ചു പറയുന്നില്ല. എല്ലാം സഹിക്കുന്നു, എല്ലാ അടിയും കൊള്ളുന്നു, എല്ലാ പറച്ചലും കേൾക്കുന്നു, എല്ലാ കുറുകുറും കേട്ടിട്ട് മുണ്ടാണ്ടിരിക്കുന്നു. ഈ പോയാള് വിചാരിച്ച് ഈനെക്കാട്ടി എന്റെ ബെസ്റ്റ്, നൂലും വേണ്ട നൂച്ചറും വേണ്ട. അയാൾ നേരെ ഓപ്പസ് ഗയ. അൽഹംദുലില്ലാ 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 അല്ല നമ്മൾ ചൊല്ലു അൽഹംദുലില്ലാ എന്ന് ചൊല്ലല്ലേ. നിങ്ങൾ എന്റെ അടുത്തൊക്കെ എന്നെ വന്ന ഉസ്താദ് എന്ത് ഉസ്താദ് പറഞ്ഞുള്ളിൽ എപ്പോ നോക്കി ആയത്തെ കുറിച്ച് പ്ലീസ് ഒരു കുപ്പിയിൽ തണ്ണിലിട്ട് 40 വെക്കോനി എന്ന് ചൊല്ലിട്ട് നിങ്ങൾ എന്റെ പുറക്കെ വരുമ്പോ ഞാൻ എന്റെ ഓളെ ചുട്ടു പിടിച്ചിട്ട് കുലുക്കിക്കൊണ്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ വായ എന്റെ റട്ട പിടിച്ച് കുലുക്കിക്കൊണ്ടുണ്ടോ, നിങ്ങൾ എന്താക്കും? എന്റെ കഥ സപ്പോർട്ട് വന്നിട്ട് ഓളെ റട്ട പിടിച്ച് കുലുക്കുക, അല്ല ഓളെ കഥ സപ്പോർട്ട് വന്നിട്ട് എന്റെ ചുട്ടു പിടിച്ചിട്ട് കുലുക്കുക. നിങ്ങൾ വന്നു വയ്ക്ക് നേരെ പോകും. വേണ്ട ഇതിനെ കാട്ടി എന്റെ ബെസ്റ്റ്. എത്ര കുറുകുറാക്കിനെങ്കിലും ഇങ്ങനെ ചുട്ടു പിടിച്ചിട്ടാ റിഫായി ശേഖ് തങ്ങളടുത്തേക്ക് പോയ ആൾ ഇങ്ങനെ. ഇത് ചെറിയ കഥല്ല. മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഒരുപാട് ഇമാമികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടിട്ട് അയാൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയിട്ട് പിന്നെ 2 ദിവസം ആ ഭാഗത്തേക്ക് വന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം മഹാനായ റിഫായി ശേഖ് തങ്ങള് അവിടെ നദാ വലിയ സദസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഉപദേശം നൽകുകയാണ്. ആ സമയത്ത് ഇയാളും അവിടെയുണ്ട്. അയാൾക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാരോട്, അയാൾക്ക് വേണ്ടപ്പെട്ട ഫ്രണ്ട്സുമാരോട്, അയാളെ സ്വന്തക്കാരായ ബ്രോമാരോട് അയാൾ പറഞ്ഞു, ഞങ്ങൾ ഇതിനെന്തും ഒരു വഴി കാണണോ? ഞങ്ങളെ ഉസ്താദല്ലേ, ഞങ്ങളെ ഷെയ്ഖല്ലേ, ഞങ്ങളെ മുർഷിദല്ലേ, മുറബിയല്ലേ. അയാളെന്തും മുണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് കണ്ടിട്ട് മുണ്ടാണ്ടിരുന്ന വേല ഇനി എന്തും ഒരു വയ്യാക്കണോ, അയാളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാ പാട് ഉള്ള ഒരാൾ ചെല്ലിയെന്ന് പറഞ്ഞ ആക്കാൻ ഇപ്പൊ എങ്ങനെ ആക്കും. പിന്നെ ആ കൂടെയുള്ള ആൾ പറഞ്ഞു, അവിടെ ഉള്ള ഒരാൾ പറഞ്ഞു, എന്തെങ്കിലും ആക്കാഞ്ഞി നമുക്ക് കൂടിയിട്ട് അങ്ങനെ ആക്കാഞ്ഞി. ഞങ്ങളുടെ മുന്തിർന്ന് ഇനി ഇരുന്നിട്ട് ഒരു വിഷയാക്കിയിട്ട് പഞ്ചാധികാരിട്ട് ഒപ്പിച്ചിടാൻ ചെല്ലുമ്പോ ഞങ്ങൾ ഇത് ആക്കകയാൽ എന്റെ മഹറുഹാസി രണ്ട് സൈഡാക്ക ഇനി ചെല്ലിട്ട് ഒപ്പിച്ചിട്ട് കൊടുത്തിട്ട് മേങ്ങിട്ട് വേണ്ടിയ പോലെ ആക്കാൻ ഞങ്ങൾ പഞ്ചാധിക കൂടി കൊണ്ട് നടക്കാല എന്റെ മഹറുഹാസത്തി. ആന പോലത്തെ മഹർ മേങ്ങിട്ടില്ല ആള് മഹർ വലുത്, അതിനെ കൊടുക്കാൻ തക്കത്തെ കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. നിങ്ങൾ എല്ലാരും കൂടിയിട്ട് കൂടെ മുസല്ല പിരി ഞങ്ങൾ പിരിയാല നടക്കാല. അപ്പോ തൽക്കാലത്ത് പിടി എന്ന് ഒരാൾ പറഞ്ഞിട്ടാകുമ്പോ ഇയാൾ വിചാരിച്ച് ഇതിപ്പോ എല്ലാവരുടെയും ചെലുത്തി വിഷയം കാര്യമില്ല, ആള് കൂടി ചേരയും ചാവലെന്നല്ലേ, ഇനി കൂടെ വിഷയാക്കിയിട്ട് കാര്യമില്ല. അയാൾ എന്താക്കിയ അയാൾക്ക് ഇയാളോട് റിഫായി ശേഖ് തങ്ങളോട് ഇഷ്ടവും മഹബത്തും ആദരവും ഏറെ. അതങ്ങനെയാണല്ലോ, ഓർക്കും ഇല്ല എന്നല്ല ആദരവ്. പക്ഷെ ഞങ്ങളെ കൊണ്ടാകുന്നില്ല, അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നവർ മനസ്സിലാക്കിയിട്ട് അവർ മുണ്ടാട്ടിരുന്നപ്പോ ഇയാൾ മുണ്ടാട്ടിരുന്നില്ല. ഇയാൾ എന്ത് ചെയ്തറിയോ? ഇയാൾ നേരെ വീട്ടിൽ ചെന്നു. അൽഹംദുലില്ലാഹ്
ഉള്ളതും അധ്വാനിച്ചതും കിട്ടിയതുമെല്ലാം പിറക്കിയിട്ട് ആ ദീനാർ റെഡിയാക്കുകയാണ്. അയാളത് 500 ദീനാർ റെഡിയാക്കുകയാണ്. എന്നിട്ട് ആ ദീനാറിന്റെ കെട്ടും പിടിച്ചിട്ട് പൈസന്റെ കെട്ടും പിടിച്ചിട്ട് മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇതാ പിടിച്ചോളി, തീർത്തോളി, റാഹത്തായിക്കോളി. ഇനി ഇങ്ങനെ മിരിങ്ങിട്ട് ഇതിന് ജീവിക്കണോ? ഇങ്ങനെ തല്ലുകൊണ്ടിട്ട് എങ്ങനെ ജയിക്കണോ? ഇതിന്റെ ആവശ്യമില്ല, ഇതാ പിടിച്ചോളി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടാകുമ്പോ റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞു, ഇതെന്താണ് മോനെ? അപ്പൊ സംഗതി പറഞ്ഞ്, നിങ്ങളെ പെഞ്ഞായി നിങ്ങളെ നല്ലോണം ഉപദ്രാക്കുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് നല്ലോണം വയറ് കത്തുന്ന ബേജാറാണ്. അതുകൊണ്ട് നിങ്ങളെ ഈ പാപ്പത്തരം കണ്ടിട്ട്, നിങ്ങളെ എളിമത്തരം കണ്ടിട്ട്, നിങ്ങളെ സാധുത്തരം കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. നിങ്ങൾക്കാണെങ്കിൽ എന്തും ഉണ്ടാനോ ആന്നില്ല. മഹർ വലുത് മേങ്ങിനല്ലേ, ഇതാ ഞാൻ ആ മഹർ തരാ, നിങ്ങനെ ശരിയായിക്കോളി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ട് ആ പൈസ പിന്നെ മഹറങ്ങ് കൊടുത്തപ്പോ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല, മടക്കി അയച്ചു. പിന്നെ അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. പിന്നെ വന്നു, അല്ല അപ്പന്നെ ഏതോ ആട്ട് ഇയാള് പിന്നെ ഒരിക്കൽ വന്നു, അവിടുന്ന് പോയി. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇപ്പൊ ചില്ലപ്പാടന്നെ ഒരു പെണ്ണിനെ തലാക്കാക്കുവോ? അവരെല്ലാം സഹിക്കാനും ത്യജിക്കാനും പഠിച്ച മാന്മാരല്ലേ. അതുകൊണ്ടല്ലേ അവർ റിഫായി ശൈഖ് ആയത്, അതുകൊണ്ടല്ലേ അഹ്മദുൽ കബീർ ആയത്, അതുകൊണ്ടല്ലേ ലോകം അവരെ ഇന്നും വാഴ്ത്തുന്നത്, അതുകൊണ്ടല്ലേ അല്ലാഹു അവർക്ക് വിലായത്ത് കൊടുത്ത് ആദരിച്ചത് അല്ലേ. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അയാളെ പറഞ്ഞു വെച്ചു, ഇത് വേണ്ട, ആവശ്യമുള്ളപ്പോ നോക്കല്ലേ, പോയിക്കോ. എന്നിട്ട് ദിവസങ്ങൾ കുറെ കഴിഞ്ഞ് അതേ മനുഷ്യനൊരു സ്വപ്നം കണ്ടു. സുബ്ഹാനല്ലാഹ്, അന്നഹു റആഹു ഫിൽ മനാമി ഫീ മഖഅദി സിദ്ഖീൻ. ഒരവസരമല്ല, മിറാറാ, പലവട്ടം റിഫായി ശൈഖ് തങ്ങളെ തന്റെ മുർഷിദായ മുറബ്ബിയായ മഹാനര്, തന്റെ ജീവനായ കരളായ തന്റെ വഴികാട്ടിയെ മഹാനായ റിഫായി ശൈഖ് തങ്ങള് ഈ മനുഷ്യനതാ ഒരവസരം കിനാവ് കാണുകയാണ്, സ്വപ്നത്തിൽ കാണുകയാണ്. എങ്ങനെ അറിയുമോ? ഉന്നതമായ സ്ഥാനത്ത്, വലിയ ഉന്നതമായ സ്ഥാനത്ത്, സ്വർഗക്കാര കൂട്ടത്തില് വലിയ ദർജയില് ഉന്നതമായ സ്ഥാനത്ത്, VIP കാറ്റഗറിയില് മഹാനായ റിഫായി ശൈഖ് തങ്ങളെ ഹയാത്ത് കാലത്ത് റിഫായി ശൈഖ് തങ്ങളെ ആ അവസ്ഥയിലായിട്ട് ഇയാള് കിനാവ് കണ്ടു. ഭയങ്കര സന്തോഷായി ഈ മുരീദിന്. മാഷാ അല്ലാഹ്, എന്റെ ശൈഖ് വലിയ സ്ഥാനത്താണ്, ഞാൻ പിടിച്ച വള്ളി ചെറുതല്ല, എന്റെ ആ വഴികാട്ടി ചെറിയ ആളല്ല, എന്റെ മുർഷിദ് എന്റെ മുറബ്ബി ചെറിയ ആളല്ല, അഹ്മദുൽ കബീർ ചെറിയ ആളല്ല, അയാള് ഫീ മഖാദി സിദ്ഖ് വലിയ സ്ഥാനത്താണ് എന്ന് അയാൾക്ക് അറിഞ്ഞിട്ടാകുമ്പോ അയാൾ എന്താക്കി അറിഞ്ഞാ ഉറക്ക് ഇഷാറത്തായ പാട് വാങ്ങി ഇടക്ക് റിഫായി ശൈഖ് തങ്ങളടുത്തേക്ക് ഇനി ചെല്ലാൻ വേണ്ടി, തങ്ങളെ ഞാൻ ഇന്നലെ കിനായിൽ കണ്ടത് നിങ്ങളെ ഞാൻ കണ്ടത് ഫീ മഖാദി സിദ്ഖ്, ഫീ അലാ ദർജ, ഉന്നതമായ സ്ഥാനത്ത്. ഭയങ്കര സന്തോഷമായി. അപ്പോ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഫതബസ്സമ, പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ നീ അങ്ങനെ എന്നെ കണ്ടെങ്കിൽ ഏതായാലും എന്തിലും ചെല്ലി, ഞാൻ ആരും ചെല്ലാൻ പോണ്ട, പക്ഷേ നീ എന്നെ അങ്ങനെ കണ്ടെങ്കിൽ ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അങ്ങനെ അറിഞ്ഞ എന്റെ ഓത്തും ബൈത്തും നിസ്കാരം അല്ല മോനെ, അല്ല, ഞാൻ ആ വലിയ സ്ഥാനത്തേക്ക്, ആ ഉന്നതമായ പദവിയിലേക്ക്, അല്ലാഹു പൊരുത്തപ്പെട്ട VIP സീറ്റിലേക്ക് മേലായ റബ്ബി എന്നെ കൊണ്ടെത്തിച്ചത് നീ കണ്ടില്ലെങ്കിൽ അതിന് നിമിത്തമായ സംഗതി ഏതറിയുമോ? ലൗലാ സബ്രി അലാ മർബിഹാ വലിസാനിഹാ മാ റഅയ്തനി ഫീ മഖഅദി സിദ്ഖീൻ. മോനെ, എന്റെ ഓള ആ വിഷയത്തില് ഞാൻ സബർ എടുത്തിട്ടില്ലെങ്കിൽ അവ നാവ് കൊണ്ട് നല്ലോണം എന്നെ ബുദ്ധിമുട്ടാക്കുന്നു. ചിലപ്പോ നീ കണ്ട പോലെ മാച്ചെടുത്തിട്ട് ചൂലെടുത്തിട്ട് അടിക്കുന്നു. എല്ലാം ഉണ്ടെങ്കിലും ഞാൻ സബർ എടുത്തിന്, ക്ഷമിച്ചിന്, അവക്കെന്തും ഞാൻ കുറച്ചിട്ടുമില്ല. എന്തേ
അവ അങ്ങനെ ഞാൻ ദൂരാക്കേണ്ടിയവളല്ല. അവനെ അടിക്കുന്നു, ബുദ്ധിമുട്ടാക്കുന്നു എന്നത് നേരാണ്, അത് അവളെ സ്വഭാവം. പക്ഷേ അവളിൽ അത് മാത്രം ഞാൻ കണ്ടതല്ല. അവളിൽ ഒരുപാട് നന്മകളും ഞാൻ കണ്ടു. അവളിൽ ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഞാൻ കണ്ടു. ഏതാണത്? എനിക്ക് മക്കളെ തന്നവളോട്, എന്റെ കരളിന്റെ കരളായ മക്കളെ ഗർഭം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ചവളാണ്. ആ ഒരു ഗുണം എനിക്ക് അവൾ ചെയ്തവളല്ലേ. എന്റെ മക്കളെ മുലയോട്ടി ഉളർത്തിയവളോട്, എന്റെ ഓട് കാല് തല്ലും കുത്തും മാത്രം കണ്ടാ പോരല്ലോ, എത്ര ബുദ്ധിമുട്ടാക്കുന്നെങ്കിലും 3 നേരം നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം വെച്ച് വിളമ്പി തരുന്നവളാണ്. എല്ലാത്തിനേക്കാളേറെ വ്യഭിചാരമാകുന്ന ഹറാമിയത്തിൽ നിന്ന്, ഞാൻ തെറ്റിലേക്ക് പോകുന്നതിൽ നിന്ന്, അധാർമികതയിലേക്ക് നീങ്ങുന്നതിൽ നിന്ന്, വ്യഭിചാരത്തിലേക്ക് പോകുന്നതിൽ നിന്ന്, അവിഹിതമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്തുന്നതും എന്റെ ഓളാണ്. അവളെന്റെ ഭാര്യയായിട്ടുള്ളത് കൊണ്ട് എനിക്ക് വ്യഭിചാരത്തെ പറ്റി ചിന്തയില്ല. എന്റെ മക്കളെ തന്നവളാണ്, എന്റെ വീടും പറമ്പും കാക്കുന്നവളാണ്, എനിക്ക് എല്ലാ സമാധാനവും നൽകുന്നവളാണ്. മൈനസുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല മോനെ. അതേ സമയത്ത് അത് മാത്രം നോക്കണ്ട, പ്ലസ് ഉണ്ട് കുഞ്ഞ്. ആ പ്ലസ് ഓർത്തിട്ട് ഞാൻ ക്ഷമിച്ചത് കൊണ്ട് നീ എന്നെ അയലാമർത്തവയില് കണ്ടു, ഉന്നതമായ സ്ഥാനത്ത് കണ്ടു. ഇപ്പൊ റീൽസ് നോക്കിയിട്ട് ലവാക്കിരി കെട്ടിയിട്ട് പിന്നെ ബേക്കലം ബീച്ച്, മൈസൂർ, ഊട്ടിക്ക് പോന്നു. പോയിട്ട് എത്തിന് മിന്നെ തലാക്കായിട്ടേ വരുന്നു അല്ലേ. പിന്നെ ചില മാപ്പിളമാരെ ആഗ്രഹം പറഞ്ഞ ഞാൻ കമാൻഡർ, കാർഗിലിന്റെ കമാൻഡർ, ഞാൻ ചെല്ലെ പോലെ തന്നെ കേട്ടോ. അവര് പടുവത്തിയാ. ചില പെണ്ണുങ്ങളെ, ഇപ്പത്തെ ലേറ്റസ്റ്റ് പെണ്ണുങ്ങൾ, പണ്ടത്തെ അല്ല, ആ പഴയതല്ല, ഒരു 10 കൊല്ലം മുന്നേ, ഒരു 5 കൊല്ലം 10 കൊല്ലം മുന്നത്തെ അല്ല. ഇപ്പത്തെ പെണ്ണിടാക്കൊക്കെ ഒരു അഹങ്കാരവും. ഞാനങ്ങനെ പണിക്കാർത്തിയായിട്ട് വന്നതല്ല, എനക്കതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ പോകുമ്പോഴാണ് ദാമ്പത്യ ജീവിതം തകരുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, നമുക്കതില്ല. അവിടെയാണ് വിഷയം, അവിടെയാണ് ബേജാറ്, അതാണ് വിഷയം. അള്ളാഹു ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ, അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ, അള്ളാഹു ഞങ്ങളെ ഇസ്സത്തിലാക്കട്ടെ. എന്താ ഒരു സൗണ്ട്? ഹാലറായ റിഫായ് ഷേഖ് തങ്ങളെ റാത്തിബിന്റെ വിഷയമല്ല. ഹാലറാവും, ഞാൻ ഇപ്പൊ ഹാലറാക്കി തരാം നോക്കി. റിഫായ് ഷേഖ് തങ്ങൾ ചെറിയ ആളല്ല. ഇല്ല, മുസ്തഫ യാ റസൂലുള്ളാഹി